അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട യാത്ര കഴിഞ്ഞിട്ട് അടുത്ത ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ അതായത് ഞാൻ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിയാണ്. പൊള്ളാച്ചിയിലേക്ക് പോകാൻ ശരിക്കും പാലക്കാട് വന്നിട്ട് നേരെ പൊള്ളാച്ചിയിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് ചെറിയൊരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 3 മണിയോടെ അടുത്തായിട്ടുണ്ട് വൈകിട്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് എന്തായാലും പൊള്ളാച്ചിയിൽ എത്തണം എന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ, അതായത് പൊള്ളാച്ചിക്ക് അടുത്തുള്ള ആനമലൈ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ആനമലയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ഞാനിവിടെ എത്തിയത്. നമ്മുടെ കഴിഞ്ഞ ഗുണ്ടൽപേട്ട എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റൂട്ട് റെക്കോർഡ്സ് അഷ്റഫ് എക്സൽ എൻ്റെ കൂടെയുണ്ട്, ആളെ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് നേരെ വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറയിലേക്ക് ഇവിടുന്ന് ആനമലയിൽ നിന്ന് ഏതാണ്ട് ഒരു 59-60 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി അവിടെ എത്താൻ പറ്റും എന്നാണ് കരുതുന്നത്. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. எங்களுக்கு எத்தனை டீ ஆச்சு பாருங்க ஐயா. இப்போ நாங்கள் இங்கே 3 வாங்கியிருக்கோம். 3 1 4
കറക്റ്റാ. നമ്മൾ ഇപ്പോൾ ഉള്ളത് വാൽപ്പാറയിലേക്ക്, അതായത് ആനമലയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയിലാണ് വാൽപ്പാറയിലേക്ക്, ഫോറസ്റ്റിലേക്ക് ഇങ്ങോട്ട് കയറി. ഞാൻ ഇന്നലെ വൈകിട്ടാണ് ആനമലയിൽ എത്തിയത്. രാവിലെ ഇറങ്ങിയതാണ് ആനമലയിൽ നിന്ന് രാവിലെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇങ്ങോട്ട് കയറുമ്പോൾ വാട്ടർഫാൾസ് എല്ലാം വരുന്നുണ്ട്, ഇടയ്ക്ക് ചെറിയ ചെറിയ വാട്ടർഫാൾസ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഒന്നിലും നമുക്ക് അവിടെ നിർത്താനോ അല്ലെങ്കിൽ വണ്ടി നിർത്തി അവിടുന്ന് കാര്യങ്ങൾ വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. ജസ്റ്റ് അതിലങ്ങോട്ട് പാസ് ചെയ്ത് പോരാനും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കാഴ്ചകളൊന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ ഇപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു ചായക്കട കണ്ടപ്പോൾ, ഒരു വാട്ടർഫാൾസും ഉണ്ട്, അതിന് തൊട്ടടുത്തായിട്ടൊരു ചായക്കട കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ട് ചായ കുടിച്ചു. കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടർന്നുള്ള കാഴ്ചകൾ എന്തായാലും കാണാം. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള യാത്രയാണ് നമ്മളെ ഈ എപ്പിസോഡിൽ കാണിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ കംപ്ലീറ്റഡ് അല്ല. അതായത് നമ്മൾ വാൽപ്പാറ വരെയുള്ള ദൂരത്തിൽ ആ ചുരം കയറുന്ന സമയത്തെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങാനോ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ എടുക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വരുന്ന വഴിയിൽ ഒരു വലിയ മരം നമ്മൾ ക്രോസ് ചെയ്തിട്ട് വീട് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് നേരെ നമ്മൾ പഴനിയിലേക്കാണ് പോയത്. പഴനിയിലെത്തി അവിടെ റൂം എടുത്ത് നമ്മളവിടെ താമസിച്ച് ആ സമയത്താണ് നമുക്ക് വാൽപ്പാറയുള്ള സമയത്ത് നെറ്റ്വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പഴനിയിലെത്തിയപ്പോഴാണ് നെറ്റ്വർക്ക് കിട്ടിയത്. ആ സമയത്താണ് നമ്മൾ ഇതിന്റെ വാർത്തകൾ, അതായത് കേരളത്തില് വലിയ രീതിയിലുള്ള പ്രളയവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും എല്ലാം തന്നെ ഉണ്ടായി എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ അവിടുന്ന് നേരെ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിലധികം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. പ്രളയത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലായിട്ട് സജീവമായിട്ട് പങ്കെടുക്കുകയാണ് ഉണ്ടായത്. സജീവം എന്ന് പറയാൻ കഴിയില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പങ്കെടുത്തു എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇതേ പേരിൽ തന്നെയുള്ള റിയാസ് ആമി അബ്ദുള്ള എന്നുള്ള പേരിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് റിയാസ് ആമി അബ്ദുള്ള signing off.